അസ്സലാമു അലൈക്കും. ഇന്ന് 24 ഏപ്രിൽ 2026. പിന്നെ പൊതുജനങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളെ ഒരാളെ പ്രതിയാക്കാൻ വേണ്ടിയല്ല, മരുന്നിന് ആവശ്യമുള്ളവർ നേരിട്ട് വരണം. എൻ്റെ പേരിൽ സൈബർ അറ്റാക്ക് ഉണ്ട്. ഇത്രയേറെ സൈബർ സെല്ലിലെ പോലീസുകാർ ചെയ്തിട്ട് യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ അപമാനം. അത് അപമാനം, ലജ്ജാകരം തന്നെയാണ്. കാരണം കുറ്റം ചെയ്തവരെ പിടിക്കണം. ആണ് പെണ്ണായിട്ടും പെണ്ണാണായിട്ടും തകരാറ് ചെയ്യുന്ന തങ്ങന്മാരെയും മൈലയന്മാരെയും പിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവർ ക്രിമിനൽ തീവ്രവാദികളാണ്. ഇവരെ മാത്രമല്ല, ഇന്ത്യയുടെ 462 രാഷ്ട്രങ്ങളിൽ ഇവർ അക്രമം ചെയ്യുന്നുണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായി. പിടിക്കാൻ അവർക്ക് കഴിയില്ലെങ്കിൽ പിന്നെ യൂണിഫോം ഊരി വെക്കുക, വാങ്ങിയ ശമ്പളം തിരിച്ചു കൊടുക്കുക, തിരിച്ചു പോവുക. അതല്ലാണ്ട് മറ്റ് ഫോം വഴികളൊന്നും നമുക്ക് പറഞ്ഞാൽ ശരിയാവില്ല. അതായത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വന്നിട്ട് എനിക്ക് നേരെ തമ്മാടിത്തരം ചെയ്യുന്നവർ പല നാടുകളിലും ബോംബിട്ട് തകർത്ത ആളുകളാണ് എന്ന് നിങ്ങൾ ഓർക്കണം. ഇവരുടെ മാതാപിതാക്കൾക്ക് അതിൻ്റെ പങ്കുണ്ട് എന്നതും ഓർക്കണം. ഇല്ലെങ്കിൽ അവരില്ലാന്ന് തെളിയിക്കട്ടെ. തെളിയിക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോയാൽ മതി. അതിൻ്റെ മുന്നേ പോകണ്ട. എൻ്റെ 100-600 അക്കൗണ്ടാണ് നിങ്ങൾ താറാണ്ടാക്കിയുള്ളത്. അപ്പോൾ അത് വെറുതെ ജനങ്ങളോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാനിതിൻ്റെ മുകളിൽ നിന്ന് വരുമാനം കിട്ടാൻ വേണ്ടിയൊന്നല്ല ഈ പണി ചെയ്തുള്ളത്. മനസ്സിലായില്ലേ? ഇവിടുത്തെ 4 വിഭാഗമുണ്ട്. അതായത് പിന്നെ മെഡിക്കൽ ബോർഡ്, ഇലക്ട്രിസിറ്റി ബോർഡ്, വഖഫ് ബോർഡ്, പിന്നെ വിദ്യാഭ്യാസ ബോർഡ്. ഈ 4 ബോർഡും പൊളിക്കണം, അല്ലാണ്ട് പറ്റില്ല. അവർ അത്ര തോന്നിവാസം ചെയ്തതുകൊണ്ടാണ്. അത്രക്കേറെ തോന്നിവാസം. പിന്നെ ഇതിൽ ഒരാൾ മര്യാദ ഉള്ളതും അതിൻ്റെ ചുറ്റുപാടുമില്ല. ഈ വിദ്യാഭ്യാസം പഠിച്ച ഒരാളും ഇതുപോലെ വേറൊരാൾക്ക് ജോലി കൊടുത്തിട്ടില്ല. ഒരാൾക്കല്ല, ഇവിടെ ജനിക്കുന്ന ആളുകൾ ജോലിക്ക് അവിടെ പോകും. അത് തന്നെയാണ് അവരുടെ താറാറ്. ആരും ഒന്നും ചെയ്യാനേ അയക്കില്ല, അവരുടെ ചെയ്യൂല. എന്നിട്ട് വെറുതെ മറ്റുള്ളവരെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ജനിച്ചു പോയ ഒരു കുറ്റത്തിന് ഒരു പാസ്പോർട്ട് കൊടുത്ത് നാട് മൊത്തം തണ്ടാൻ നടക്കാം. അതാണ് ഇപ്പോൾ ഇവർ കണ്ടെത്തിയ പണി. അപ്പോൾ എന്തായാലും മിഞ്ഞാന്നൊക്കെ ഒരുപാട് ആളുകളുടെ ഫോൺ നമ്പർ ഞാൻ ഇതിലിട്ടുണ്ട്. അപ്പോൾ അത് പരിശോധിക്കേണ്ടത് സൈബർ സെല്ലിൻ്റെ ആവശ്യമാണ്. കാരണം നാട്ടിലും ബോംബ് പിടിക്കാൻ പോകുന്നത് ഒരു മലയാളിക്ക് അതിൽ പങ്കുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ശക്തമായിട്ട് പ്രതിഷേധിക്കുക തന്നെ ചെയ്യും. കാരണം സ്വന്തം ഉമ്മാക്ക് ഗർഭപാത്രത്തിൽ തകരാറുണ്ടാക്കാനാണ് മലയാളികൾ ഇന്ന് ചെയ്യുന്നത്. അത് ജില്ലയൊന്നും നോക്കേണ്ട, ഒരുവിധം ഉള്ളവരൊക്കെ ഈ തരത്തിൽ ബന്ധപ്പെട്ടവരെ കുറ്റവും ചെയ്തവരുടെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് മറ്റുള്ളവർക്കൊന്നും അതിൽ പങ്കില്ല, ഞാൻ പറയുന്നുമില്ല. കാരണം അവർ കയ്പുള്ള സാധനം കടിച്ചാൽ കഴിക്കുന്നത് കണ്ടില്ലേ? അത് തന്നെയാണ് അതിൻ്റെ സ്ഥിതി. നമ്മളാരെയും കുറ്റം പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്തിനാണ് നമ്മുടെ ഈ സൈറ്റിലൊക്കെ വന്നിട്ട് ഇങ്ങനെ തോന്നിയാസൊക്കെ പറയുന്നത്? ഇങ്ങനെ തകരാറ് ചെയ്യുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും. ഒന്ന് ചിന്തിച്ച് നോക്കും, ഞാൻ എന്ത് തെറ്റാ അവരോട് ചെയ്ത് നോക്കും. ഇവിടുത്തെ പിന്നെ എല്ലാവരും വൈദ്യുതി ബോർഡിൽ നിന്ന് മാറാനുള്ള സംവിധാനത്തിൽ വണ്ടിയുള്ളവരും വീടുള്ളവരും ഒരു 50,000 രൂപ ചിലവ് ചെയ്യാൻ വേണ്ടി തയ്യാറാവണം. ചുരുങ്ങിയത് ചിലവർക്ക് പിന്നെ കൂടുതലുണ്ടെങ്കിൽ ഒരു 2-3 ലക്ഷം രൂപ ചിലവഴിക്കാൻ വേണ്ടി. അതിന് അങ്ങനെയുള്ളവർക്ക് മതി, അല്ലാത്തവർക്ക് വേണ്ട. അപ്പോൾ ഇത് വലിയ കാര്യം ചെയ്യും. അതിനെല്ലാവരും തയ്യാറാവുക. അതുപോലെ തന്നെ വിദ്യാഭ്യാസ ബോർഡ് കംപ്ലീറ്റ് നശിപ്പിക്കണം. അതുപോലെ തന്നെ മെഡിക്കൽ ബോർഡ് എൻ്റെ ഭാഗത്തേക്ക് തിരിയണം. തിരിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളാരും ഇവിടെ ജീവനോ ഉണ്ടാവില്ല. 30 ലക്ഷം, 30 കോടി, 300 കോടിയൊക്കെ രൂപ കൊടുക്കുക, നിങ്ങൾ മരിക്കുക. നിങ്ങളെ മരിച്ച് 500 കൊല്ലം ഫ്രീസറിൽ വെച്ചിട്ട് ആ ഓപ്പറേഷൻ ചെയ്ത് ഈ ഓപ്പറേഷൻ ചെയ്ത് പറഞ്ഞ് തട്ടിപ്പ് നടക്കുന്ന ബോർഡാണ് മെഡിക്കൽ ബോർഡ് എന്ന് പറഞ്ഞത്. കലിപ്പിച്ചൂട്ടി നുണ പറയാണ് എല്ലാ പണ്ഡിതന്മാരും. അവരെ നിസ്കാരം എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കണ്ട, അവർ കള്ളന്മാരാണ്, പക്ക ക്രിമിനലാണ്. അപ്പോൾ അതിന് ചെക്ക് ചെയ്യാൻ ഇന്ത്യ രാജ്യത്തൊരു നിയമമില്ല എന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയ പുച്ഛം. അസ്സലാമു അലൈക്കും.